അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദ്ദില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 19/6/2026 റിആയത്തു കിബാരിന എന്ന ശീർഷകത്തിൽ പ്രായമേറിയവരുടെ പരിചരണം പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. പ്രായമേറിയവർക്ക് ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഉപ്പയുടെ കയ്യും പിടിച്ച് നടന്നു വരികയാണ്. ഈ രംഗം കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹല്ലാ തറക്ത ശൈഖ ഫീ ബൈത്തി ഹത്താ അകൂന അന ആതീഹി ഫീഹി. നീ പ്രായമേറിയ ഉപ്പയെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ എന്ന് തിരുദൂതർ പറയുകയാണ്. നമുക്ക് പ്രായമേറിയവരുടെ സ്ഥാനവും പദവിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അവരോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. അവിടെ നിന്ന് പറഞ്ഞില്ലേ, ഖിയാറുക്കും അത്വലുക്കും അഅ്മാറൻ വ അഹ്സനുക്കും അഅ്മാല. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഏറെ പ്രായമുള്ളവരും ഏറെ സൽക്കർമ്മങ്ങൾ ചെയ്തവരുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനവും അംഗീകാരവും ഉണ്ടായിരുന്നു. അവരെ ബഹുമാനിക്കുന്നത് റബ്ബ് തമ്പുരാനെ ബഹുമാനിക്കുന്നതിന് സമമാണ് എന്ന് ഹദീസിലുണ്ട്. ഇന്നമിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമദു ശൈബത്തിൽ മുസ്ലിം. തിരുദൂതരുടെ വചനമാണ്. പ്രായമേറിയവരെ ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു വിശ്വാസിയും അവരോടുള്ള ആ ബാധ്യതകളിൽ വീഴ്ച വരുത്താൻ പാടില്ല. അവർക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനത്തിൽ അല്പം പോലും കുറവ് വരുത്താൻ പാടില്ല. മല്ലം യർഹം സഗീറന വയഅരിഫ ഹഖ്ഖ കബീറന ഫലൈസ മിന്ന. ചെറിയവരോട് വാത്സല്യം കാണിക്കാത്തവരും വലിയവരുടെ സ്ഥാനം മനസ്സിലാക്കി അവരെ ആദരിക്കാത്തവരും എന്നിൽപ്പെട്ടവരല്ല എന്നും ഹദീസിലുണ്ട്. എങ്ങനെ നാം അവർക്ക് ബഹുമാനവും ആദരവും കൊടുക്കാതിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബറക്കത്തും അനുഗ്രഹവും പ്രായമേറിയവരിലാണ് എന്ന് തിരുവചനത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അൽ ബറക്കത്തു മഅ അകാബിരിക്കും. ബറക്കത്ത് നിങ്ങളിൽ പ്രായം ചെന്നവരോടൊപ്പമാണ് എന്ന്. നാം അവരോടുകൂടെ ഇരിക്കണം, അവരോടുകൂടെ സമയം ചെലവഴിക്കണം. അവർ നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് നാം അവരെ എപ്പോഴും സന്ദർശിക്കണം. അവരുടെ ഖബറിടത്തിൽ പോയിരുന്ന് സങ്കടപ്പെടുന്നതിൻ്റെ മുമ്പ് അവരുടെ കൂടെ നാം സമയം ചെലവഴിക്കണം. ഉപ്പ നമ്മുടെ പേരമക്കളുടെയും മക്കളുടെയുമൊക്കെ ഇടയിൽ ഇരുന്ന് അവർ സന്തോഷം പങ്കിടണം. അവരുടെ വർത്തമാനങ്ങളിലേക്ക് നാം ചെവി കൊടുക്കണം. നാം ടെലിഫോണിലും മറ്റുമൊക്കെയായി സമയം അവരുടെ മുമ്പിൽ വെച്ച് മറ്റു കാര്യങ്ങൾ ചെലവഴിക്കാൻ പാടില്ല. സംസാരം കൊണ്ട് നാം ഒരിക്കലും അവർക്ക് മുമ്പേ ആകാൻ പാടില്ല. തിരുനബിയുടെ മാതൃക ഇതാണ്. തങ്ങളുടെ അടുക്കൽ ഒരു സംഘം ആളുകൾ വന്ന് സംസാരം തുടങ്ങിയപ്പോൾ അവരിൽ ചെറിയ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരം ആരംഭിച്ചു. തിരുനബി അപ്പോൾ പറഞ്ഞു, കബ്ബിർ കബ്ബിർ, വലിയവർ സംസാരിച്ചു തുടങ്ങട്ടെ, വലിയവർ തുടങ്ങട്ടെ എന്ന്. ഇത് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുമാരുടെയും പതിവാണ്. ഇത് മഹാനായ സമുറത്ത് ബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവാണ്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെറിയ കുട്ടിയായിരിക്കുന്ന പ്രായത്തിൽ ചെന്ന് പലതും പഠിക്കുകയും മനഃപ്പാടമാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ലഖദ് കുൻതു ഗുലാമൻ അഹ്ഫദു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ യംനഉനി മിനൽ ഖൗലി ഇല്ലാ അന്ന ഹാഹുന റിജാലൻ ഹും അസ്സന്നു മിന്നി. എനിക്ക് നബിതങ്ങളോട് എപ്പോഴും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അവിടെ പ്രായമായവർ ഇല്ലാത്തപ്പോൾ, പ്രായമായവരുണ്ടെങ്കിൽ അവരെ പരിഗണിക്കാനും അവരെ ശ്രദ്ധിക്കാനും നബിതങ്ങൾ എന്നോട് ഓർമ്മപ്പെടുത്തും.
നാം അവരോട് ഒരു കാര്യത്തിലും കീർത്തിക്കരുത്. ഇബാദത്തുകളുടെ കാര്യത്തിലടക്കം അള്ളാഹു അവർക്ക് ആശ്വാസമുള്ള നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയ, നോമ്പനുഷ്ഠിക്കാനൊക്കെ പ്രയാസം അനുഭവപ്പെടുന്ന പ്രായമായാൽ അവർക്ക് പകരം ഫിദിയ, ദണ്ഡം കൊടുക്കാം എന്ന് അള്ളാഹുത്തആല തന്നെ പറയുന്നുണ്ട്. അവരോടുള്ള സംസാരം ഏറ്റവും നല്ല സംസാരമാകണം. അവർക്ക് പ്രായം മേറും തോറും അവരുടെ ഹൃദയം നിർമ്മലമായി വരും. അവരുടെ മനസ്സിനെ നാം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മുറിപ്പെടുത്തരുത്. അള്ളാഹു പറഞ്ഞ അവൻ്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. പ്രായമേറിയ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അവർ ഇരുവരിൽ ആരെങ്കിലും നിൻ്റെ അടുക്കലുണ്ടെങ്കിൽ നീ അവരോട് ഉഫ് എന്ന് പോലും പറയരുത്. നീ അവരോട് ഏറ്റവും മാന്യമായ സംസാരം നടത്തണം. നാം അവരെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ് അവരോടുള്ള അഭിപ്രായങ്ങൾ തേടുക, അവരുടെ പരിചയവും പാഠവുമൊക്കെ നമ്മൾ പകർത്തുക. അത് പുതിയ തലമുറക്ക് വലിയ ഉപകാരം ചെയ്യും. നാം കൂടിയാലോചന നടത്തേണ്ടത് അവരോടാണ്. അവർ ഈ സമൂഹത്തിൻ്റെ ഓർമ്മകൾ പേറുന്നവരാണ്. അവർ വീടിൻ്റെ നെടും തൂണാണ്, നാടിനെ നിർമ്മിച്ചവരാണ്. അതുകൊണ്ട് അവരോട് നാം നന്ദി കാണിക്കണം. നമുക്കവർ വാരിക്കോരി സ്നേഹം തന്നവരാണ്. അവരുടെ ജീവിതം നമുക്ക് വേണ്ടി അവർ ഹോമിച്ചവരാണ്. നമ്മുടെ ദീൻ അവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കളോടും പേരമക്കളോടുമൊക്കെ നാം അത് പറഞ്ഞ് ശീലിപ്പിക്കണം. അവർ നമ്മളോട് നന്മ കാണിച്ചതിനനുസരിച്ച് നമ്മളും തിരിച്ചു നന്മ ചെയ്യണം. ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ സ്വനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ, നിങ്ങൾക്കാരെങ്കിലും ഒരു നന്മ ചെയ്തു തന്നാൽ അതിനോട് തത്തുല്യമായ നന്മ നിങ്ങൾ പകരം ചെയ്യണം. നാം അവർ ചെയ്തതിന് എന്ത് നന്മ പകരം കൊടുക്കാനാണ്? അവരുടെ ആ പ്രായമേറിയ സന്ദർഭത്തിൽ അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. രാജ്യത്തിൻ്റെ കാവലാളായി ജീവിതം നയിച്ചവർക്ക് നാം എപ്പോഴും ആദരവ് കൊടുക്കുക. നമ്മുടെ രാജ്യം ഇമാറാത്ത് അത് അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. പ്രായമായവരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് ഭരണകർത്താക്കൾ നമ്മെ പഠിപ്പിച്ചതും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രായമായവർക്ക് എല്ലാവിധ ആരോഗ്യവും നൽകട്ടെ. ഈ രാജ്യത്ത് സമാധാനവും സന്തോഷവും നിലനിർത്തട്ടെ. മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവ് അടക്കമുള്ളവരുടെ പരലോകം സന്തോഷമാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.